പഠിക്കാൻ തോന്നുന്നതേ ഇല്ല. ഈ മൊബൈലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ മൊബൈൽ കാരണമാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. ഈ മൊബൈൽ കാണുമ്പോൾ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവുക. പല ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അറിയില്ല ഈ മൊബൈലാണ് ഏറ്റവും വലിയ പ്രശ്നം. സുഹൃത്തെ, ഈ മൊബൈൽ വെച്ചും കുറേ ആൾക്കാർ വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ടോപ്പ് 5 ആപ്സ്. യെസ്, ടോപ്പ് 5 ആപ്സ് ഫോർ സ്റ്റുഡൻസ്. അതെ, സ്റ്റുഡൻസിന് വേണ്ടിയുള്ള 5 ആപ്ലിക്കേഷൻ ഫോർ അവോയ്ഡിങ് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയുള്ള 5 ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതെ, രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് എല്ലാം ചെയ്യാമെന്ന് എല്ലാവരും പറയും. രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാം. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മടി തന്നെത്താൻ വരും. ആ തണുപ്പും ഈ കിളം കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെത്താൻ ഉറങ്ങിപ്പോവും. അങ്ങനെ നമ്മുടെ അന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല രാവിലത്തെ ഉറക്കം കാരണം. സോ ഉറക്കം മാറ്റാനുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ, യെസ്, മടിയന്മാർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമ്പർ 1, അലാർമി. അതെ, അലാർമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അലാർമി. എന്താണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ രാവിലെ നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അതെ, ഒരു അലാറം കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ നമ്മൾക്ക് ഒരു അലാറം കേൾക്കും. അതിനോടൊപ്പം അവർ കുറച്ച് ക്വസ്റ്റ്യൻ GK ക്വസ്റ്റ്യൻസും കൂടെ തരും. അപ്പോൾ നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ക്യൂസ് കറക്റ്റായിട്ട് സോൾവ് ചെയ്താലേ അലാറം നിൽക്കൂ. കറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നവരെ ഇത് അലാറം അടിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്നൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ക്യൂസ് അറ്റംപ്റ്റ് ചെയ്യണം. ഇത് അറ്റംപ്റ്റ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ അലാറം ഓഫ് ആവും. അപ്പോൾ തന്നെ ചിന്തിച്ചു വേണം, ഈ അലാറം ഓഫ് ആക്കാൻ വേണ്ടി തന്നെ നമ്മളിങ്ങനെ ക്വിസ് കളിച്ച് പോകുമ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് കഴിയും. അപ്പോൾ എന്തായാലും നമ്മുടെ ഉറക്കത്തിൽ നിന്നുള്ള മടിയും മാറ്റും. നമുക്ക് ആ ദിവസം രാവിലെ തൊട്ട് തന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് അലാർമി. ഇതെല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അലാർമി ആപ്പ് നിങ്ങൾ രാവിലെ പ്രൊഡക്റ്റീവ് ആക്കും. അടുത്തതാണ് പ്ലാനിങ്. യെസ് ഫ്രണ്ട്സ്, പ്ലാനിങ് പലവർക്കും. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പലവർക്കും ഒരു ഡേ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ടാണ് ആ ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റാത്തതും ആ ഡേയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവസാനം ഫെയിലായി പോകുന്നത്. സോ ദിവസം ആ ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, യെസ്, എൻ്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് മൈൻഡ് മിസ്റ്റർ. അതെ ഫ്രണ്ട്സ്, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് മൈൻഡ് മിസ്റ്റർ. അതായത് എന്താണ് ഈ ആപ്ലിക്കേഷൻ? ഓക്കെ ഫ്രണ്ട്സ്, മൈൻഡ് മാസ്റ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ എന്താണ് മൈൻഡ് മിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മളെ കൊണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ ഇതൊരു മൈൻഡ് മാപ്പ്, ഒരു ഗൈഡ് പോലെ വർക്ക് ചെയ്യും. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കഴിഞ്ഞ് നമ്മളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം. നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകും. രാത്രി 8 നമ്മളൊരു ടാർഗറ്റ് വെക്കണം. എന്നിട്ട് അതിനോടൊപ്പം ഒരു മൈൻഡ് റൂട്ട് പോലെ, ഒരു മരത്തിൻ്റെ റൂട്ട് പോലെ ഇത് കണക്ട് ചെയ്ത് അവസാനം നമ്മുടെ ടാർഗറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഇന്ന് മാത്സ് പഠിച്ച് തീർക്കണം, അല്ലെങ്കിൽ മാത്സും സയൻസും പഠിച്ച് തീർക്കണമെന്ന് വെച്ചാൽ മാത്സിൻ്റെ ഇത്രയും ചാപ്റ്ററിനെ കണക്ട് ചെയ്ത് സയൻസിൻ്റെ ഈ സമയം, അങ്ങനെ നമുക്ക് സമയത്തെ കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. അവസാനം നമ്മുടെ ടാർഗറ്റിൽ എത്തിച്ചേരാം. ഓക്കെ, പ്രസൻറ്റേഷൻ ഓഫ് എ ഡേ, ഒരു ഡേയുടെ മാത്രമല്ല, നമ്മുടെ ഒരു ദിവസത്തെ മൈൻഡ് മാപ്പ് മാത്രമല്ല, നമുക്ക് നമ്മുടെ പഠനത്തിനും, അതായത് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു കാര്യം പഠിക്കുകയാണ്, ഹിസ്റ്ററി ഏത് വർഷം ഈ സംഭവം, അങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാം. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഓർത്തിരിക്കാൻ പറ്റും. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രധാന ഉപയോഗം. നമുക്ക് കൂടുതൽ നേരം ഓർത്ത് ഇരിക്കാൻ പറ്റും. അതിനു വേണ്ടിയുള്ള മൈൻഡ് മാപ്പും നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയുടെ പിറ്റേന്ന് നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എളുപ്പം നമ്മുടെ ഫോൺ എടുത്തിട്ട് ആ മൈൻഡ് മാപ്പ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഐഡിയ എല്ലാം വരും. സോ ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് മൈൻഡ് മിസ്റ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 2 ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി, അലാർമിയും മൈൻഡ് മിസ്റ്ററും. അപ്പോൾ നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അലാർമി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ആ ഡേക്ക് ഒരു പ്ലാനിങ് വേണം, അല്ലേ? ഒരു ഡേ പ്ലാനിങ്ങോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ്, ഒരു ഡിറ്റർമിനേഷൻ വേണം. നമ്മൾ ഒരു ക്വയറ്റുണ്ട്, വേക്കപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് സ്ലീപ്പ് വിത്ത് സാറ്റിസ്ഫിക്കേഷൻ. സോ ആ സാറ്റിസ്ഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു ഡിറ്റർമിനേഷൻ, ഒരു പ്ലാൻ വെച്ച് പോവുക. അതിനുവേണ്ടി ഈ മൈൻഡ് മിസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ്. അതേ ഫ്രണ്ട്സ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ്. എന്താണ് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ,
നമ്മൾ പലപ്പോഴും പല ഫ്രണ്ട്സിൻ്റെ നിന്ന് നോട്ട്സ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മൾ നോട്ട്സ് എടുക്കുന്നത് ടീച്ചേഴ്സൊക്കെ അയച്ചു തരുന്നതായിരിക്കും അല്ലേ. ചിലപ്പോൾ ഹാൻഡ് റൈറ്റിങ്സ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട്, ചിലപ്പോൾ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് വല്ലാതെ സ്ട്രെസ് ഫീൽ ചെയ്യും, അത് മാത്രം ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. സോ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ്. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ക്ലാസ്സിലെ നോട്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ നോട്ട്സ് എടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഈ മൈക്രോസോഫ്റ്റ് ലെൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് ആ ഹാൻഡ് റൈറ്റിങ്ങിനെ കറക്റ്റ് പ്രിന്റഡ് ആൽഫബറ്റ്സ് പോലെ നമുക്ക് കാണും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എങ്ങനെ എടുക്കുന്നോ ആ ഇൻഫോർമേഷൻസിലെ വിക്കിപീഡിയ ഒക്കെ പോലത്തുള്ള ആൽഫബറ്റ്സ് പോലെ നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് ചെയ്തു തരികയും നമ്മുടെ സ്ട്രെസ്സിനെ ഒരു റിലീഫ്, നമ്മുടെ അൺകംഫർട്ടബിളിനെ കംഫർട്ടബിൾ ആക്കി തരികയും ചെയ്യും. അതുവഴി നമുക്ക് ഫോണിൽ നോക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. പലവരും നമുക്കിങ്ങനെ ഫോണിൽ അല്ലാത്ത അക്ഷരങ്ങളെ കാണുമ്പോൾ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. സോ ഈ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന നാലാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് ടൈഡ്. അതെ ഫ്രണ്ട്സ്, ടൈഡ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ്. പലപ്പോഴും നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മൂഡ് കളയാൻ എന്തെങ്കിലുമൊക്കെ സൗണ്ട്സ് വരുന്നത് അല്ലേ. അതായത് പട്ടി കുരയ്ക്കുന്ന സൗണ്ട്സോ, ട്രാഫിക്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വല്ലാതെ കോഴി പോകുന്ന നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത അൺകംഫർട്ടബിൾ സൗണ്ട്സ് വരും. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ടൈഡ്. എന്താണ് ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സൗണ്ട്സ് മാറ്റിയിട്ട് ഒരു മ്യൂസിക് ഇത് പ്ലേ ചെയ്ത് തരും. ഒരു കറക്റ്റ് വേവ് ലെന്തിൽ പോകുന്ന മ്യൂസിക് ആയിരിക്കും ഇതുവഴി നിങ്ങളുടെ ഫോക്കസ് കൂട്ടാൻ സാധിക്കും. അതേ ഫ്രണ്ട്സ്, പഠിത്തത്തിലുള്ള ഫോക്കസ് ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. ഓക്കെ, ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ലീപ്പ് മോഡുണ്ട്, നാപ്പ് മോഡുണ്ട്. അതായത് രാത്രി കിടക്കുമ്പോൾ ചിലവർക്ക് ഉറക്കം വരാത്തൊരു, അതായത് ഒരു പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറക്കം നല്ലപോലെ വേണം. സ്ലീപ്പ് മാറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് സ്ലീപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ ബ്രെയിൻ റിഫ്രഷ് ആവുകയും നമുക്ക് പുതിയ പുതിയ അറിവുകളും ഇൻഫോർമേഷൻസും നമ്മുടെ ബ്രെയിനിലേക്ക് ഗ്യാദർ ആവുകയും അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി സ്ലീപ്പ് നല്ലൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ആ സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങണം അല്ലേ. ആ ഒരു ഉറക്കത്തിന് വേണ്ടി ഈ ടൈഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് സ്ലീപ്പ് സൗണ്ട്സ് ഉണ്ട്. അതായത് സ്ലീപ്പ് ചെയ്യുമ്പോഴുള്ള സ്ലോ വേവ് ലെന്തിലുള്ള സോങ്സുകളുണ്ട്. അതേ ഫ്രണ്ട്സ്, ലോ വേവ് ലെന്തിലുള്ള സൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഉറങ്ങുകയും ചെയ്യാം, അത് മാത്രമല്ല നാപ്പും ചെയ്യാം. വേറൊരു ഫോക്കസ് മോഡിൽ ഫോക്കസ് ചെയ്യാൻ കുറച്ച് സോങ്സ് ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ഉറക്കം വരികയോ ഒരു വല്ലാത്തൊരു അലസത വരുമ്പോൾ നമ്മൾ ഈ ഫോക്കസ് മോഡിലെ സൗണ്ട്സ് കേട്ടാൽ മതി. ഈ ടൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ വീണ്ടും ഒന്ന് റിഫ്രഷ് ആവും, ബ്രെയിനിലെ മസിൽസ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യും. അതെ, മ്യൂസിക് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൂഡ് ചേഞ്ച് ആവുന്നത് പലവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂഡ് ചേഞ്ച് ആക്കുന്നത്. അതെ ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഈ മ്യൂസിക് മൂഡ് ചേഞ്ച് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നാലാമത്തെ ആപ്ലിക്കേഷനാണ് ടൈഡ്. ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അടുത്ത അവസാനത്തെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഫോറസ്റ്റ്. അതേ ഫ്രണ്ട്സ്, ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ ഞാനും യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ് ഈ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ? ഈ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഡിസ്ട്രാക്റ്റ് ആകാതിരിക്കും. അതായത് നമ്മൾ ഈ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് നമ്മളൊരു ട്രീനെ പ്ലാന്റ് ചെയ്യണം. ഓക്കെ, ആ പ്ലാന്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ പ്ലാന്റ് വളരുന്ന സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ആ ട്രീ പ്ലാന്റ് ചെയ്യുന്ന ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഫോൺ എടുത്താലും വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നിലും കയറാൻ പറ്റില്ല, അത് ലോക്കാക്കി കളയും. ഓക്കെ, ഇതാണ് ഈ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ. അതുവഴി നമ്മളിങ്ങനെ വാട്സാപ്പ് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തായിരുന്നു ഞാൻ എന്തിനാണ് ഈ ബ്ലോക്ക് ചെയ്തത്, ഞാൻ പഠിക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെ നിങ്ങൾ പഴയതുപോലെ പഠിത്തത്തിൽ വരികയും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത് ഒരു ഫോറസ്റ്റ് ബിൽഡ് ചെയ്ത് ആടെയാണോ മികച്ചത് ഫോറസ്റ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ വേണമെങ്കിലും വെക്കാം. അപ്പോൾ അഞ്ചാമത്തെ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ ഫ്രണ്ട്സും ഫോറസ്റ്റ് ഉണ്ടാക്കട്ടെ, നിങ്ങളും ഫോറസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും നല്ല ഫോറസ്റ്റ് ആരാണോ ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഡേയ്സ് പ്രൊഡക്റ്റീവ് ആക്കും കേട്ടോ. ഫോറസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളൊരു ഫോറസ്റ്റ് ബിൽഡ് ചെയ്യണം. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രധാന എന്ന് വെച്ചാൽ ആ ലക്ഷ്യം. ഒരു ഗെയിം കളിക്കുന്ന പോലെ ഡേയ്സ് പ്രൊഡക്റ്റീവ് ആക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു ഫോറസ്റ്റ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 5 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ആപ്ലിക്കേഷൻ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു അലാർമി, രാവിലെ എഴുന്നേൽക്കാൻ. ഓക്കെ, അതെന്തെങ്കിലും ഉറപ്പായിട്ടും ആ ക്വിസ് കളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്ഷീണം പോകുന്നതായിരിക്കും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് മൈൻഡ് മിസ്റ്റർ. ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേ പ്ലാൻ ആയിരിക്കും. പ്ലാൻഡ് ആണെങ്കിലേ നമുക്കൊരു ഡിറ്റർമിനേഷൻ ആവും. അങ്ങനെ ഡിറ്റർമിനേഷൻ വെച്ച് പോയാലേ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റും. ചെറിയ ചെറിയ പടികളല്ലേ, നമ്മൾ ഓരോ തുള്ളി വീണായിട്ടാണ് പെരുവെള്ളമാവുന്നത് അല്ലേ, ഒരു നദിയാവുന്നത്. അതേപോലെ ഓരോ ഡേയ്സും പ്രൊഡക്റ്റീവ് ആക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ അല്ലേ, ഞാൻ പരിചയപ്പെടുത്തിയ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സൊക്കെ കറക്റ്റായിട്ട് ഇല്ലേ, നമുക്ക് വിക്കിപീഡിയയിലെ ആൽഫബറ്റ്സ്, ഗൂഗിളിലെ ആൽഫബറ്റ്സ് പോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നാലാമത്തെ ആപ്ലിക്കേഷൻ ടൈഡ്. ഇതുണ്ടെങ്കിൽ ടൈഡ് എന്ന ആപ്ലിക്കേഷനിൽ നല്ല മ്യൂസിക് ഉണ്ട്. ഈ മ്യൂസിക് നിങ്ങളുടെ ബ്രെയിനിനകത്തുള്ള ഫോക്കസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുവഴി നിങ്ങളുടെ പഠിത്തത്തിലും ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അഞ്ചാമത്തെ ആപ്ലിക്കേഷനാണ് ഫോറസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ വേറെ വാട്സപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോകും. ഈ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ ഇനേബിൾ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. ഈ വാട്സപ്പിൽ കയറുമ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുവഴി നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഞാൻ ഈ ഫോറസ്റ്റ് വെച്ചത്, എൻ്റെ നല്ല കാര്യത്തിനല്ലേ. അങ്ങനെ ഒരു ചിന്ത വരികയും നിങ്ങൾ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നിലോട്ടും പോകാതെ നിങ്ങൾ ഫോക്കസ് ആയിട്ട് ഇരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള 5 ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഇതേപോലത്തെ ടോപ്പ് 5 ടോപ്പ് 10 ഒക്കെ വേണമെങ്കിൽ പ്ലീസ് സജസ്റ്റ് ചെയ്യുക. ഇനിയും കുറേ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളവരെ അറിയട്ടെ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ മോട്ടിവേറ്റഡ്, ബി അമേസ്ഡ്. It's your motive Machan.